അനിൽകുമാർ CPM വ്യക്തമായ പൗരത്വ നിയമ ഭേദഗതിയിൽ CPM വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അക്കാര്യം അത് സംബന്ധിച്ച് കേരളത്തിലെമ്പാടും റാലികൾ അടക്കമുള്ളവ സംഘടിപ്പിക്കുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല. സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. താങ്കൾ എന്താണ് കരുതുന്നത്? ഇവിടെ ബിജെപിയുടെ പ്രതിനിധി സംസാരിച്ചപ്പോ ബിജെപി ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് കേട്ടത്. കേരളത്തിലെ 2 അക്കം കടക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. കേരളത്തിൽ 10 സീറ്റ് കിട്ടുമെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങൾക്ക് 400 സീറ്റ് എന്നാണ് നരേന്ദ്രമോദിയുടെ അവകാശവാദം. അപ്പൊ കേരളത്തിലെ 10ന്റെ അവസ്ഥ എന്താണ്? നമുക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ അവകാശവാദങ്ങളിൽ ഒരു വസ്തുതയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോലീസ് വരുമ്പോ പട്ടിയെ അഴിച്ചുവിട്ടിട്ട് പോലീസിനെ തടയാൻ ശ്രമിക്കുന്ന മാനസികാവസ്ഥയിലാണ് 10 കൊല്ലക്കാലം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അധികാരം വിട്ടൊഴിയേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് EDA പോലുള്ള അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ട് എല്ലാവരെയും വേട്ടയാടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ നല്ല വിജയസാധ്യത വന്നിരിക്കുന്നു. ആ മുന്നണിയുടെ പൊതുമിനിമം പരിപാടി അടിസ്ഥാനത്തിലായിരിക്കും ആ മുന്നണി പ്രവർത്തിക്കുക. ആ പൊതുമിനിമം പരിപാടിയെ നയിക്കാനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. CAA വിഷയത്തിലാണെങ്കിലും കോമൺ സിവിൽ കോഡ് വിഷയത്തിലാണെങ്കിലും കോൺഗ്രസ് അറച്ചു നിൽക്കുന്ന കോൺഗ്രസിനോട് ഒരു കാരണവശാലും നിങ്ങൾ അറച്ചു നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അറച്ചു നിൽക്കേണ്ടി വരുന്നത് എന്താണ്? ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള മതനിരപേക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിലെ കോൺഗ്രസിന്റെ വീഴ്ചയുടെ ഭാഗമായി മൃദുഹിന്ദുത്വത്തിലേക്ക് കോൺഗ്രസ് താഴ്ന്നു പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള അപജയങ്ങളാണ് സംഭവിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത്. പൊതുമിനിമം പരിപാടിയോടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനാകും എന്നുള്ളതാണ് 2004 ഇടതുപക്ഷം തെളിയിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള പ്രത്യയശാസ്ത്ര ശൂന്യത ഇടതുപക്ഷം നികത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ അനിൽകുമാർ. ഇപ്പോൾ സന്ദീപ്